ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള മനുഷ്യർ, പ്രഭുക്കന്മാർ, രാഷ്ട്രീയക്കാർ, ശതകോടീശ്വരന്മാർ, ഇവരെല്ലാവരും ഭയക്കുന്ന ഒരു പേരുണ്ട്: ജെഫ്രി എപ്സ്റ്റീൻ. 2024 പുറത്തുവന്ന ആ രഹസ്യരേഖകൾ വെറും പേപ്പറുകളല്ല, മറിച്ച് അധികാരത്തിന്റെ ഇരുണ്ട ഇടനാഴികളിലെ അശ്ലീലമായ സത്യങ്ങളാണ്. നിങ്ങൾ വിശ്വസിച്ചിരുന്ന പല ബിംബങ്ങളും ഈ ലിസ്റ്റിലുണ്ട്. ആരാണ് ശരിക്കും എപ്സ്റ്റീൻ? എന്താണ് ആ ദ്വീപിൽ നടന്നത്? ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ആ ലിസ്റ്റ് ഇതാ ആദ്യമായി മലയാളത്തിൽ തുറക്കുന്നു. ഒരു സാധാരണ മാത്തമാറ്റിക്സ് അധ്യാപകനിൽ നിന്ന് എങ്ങനെയാണ് ജെഫ്രി എപ്സ്റ്റീൻ അമേരിക്കയിലെ ഏറ്റവും വലിയ ഫിനാൻഷ്യർമാരിൽ ഒരാളായി മാറിയത്? അത് ഇപ്പോഴും ഒരു നിഗൂഢതയാണ്. എന്നാൽ ഒന്നുറപ്പാണ്: പണത്തേക്കാൾ കൂടുതൽ അദ്ദേഹം സമ്പാദിച്ചത് ബന്ധങ്ങളാണ്. പ്രിൻസ് ആൻഡ്രൂ, ബിൽ ക്ലിന്റൺ, ഡൊണാൾഡ് ട്രംപ്. ഈ പേരുകൾ എപ്സ്റ്റീന്റെ ഡയറിയിൽ വെറുതെ വന്നതല്ല. പാപങ്ങളുടെ ദ്വീപ്, വർജിൻ ഐലൻഡിലെ ലിറ്റിൽ സെന്റ് ജെയിംസ്. പുറം ലോകത്തിന് ഇതൊരു സ്വർഗമായിരുന്നു. എന്നാൽ അകത്ത് നടന്നിരുന്നത് നരകതുല്യമായ കാര്യങ്ങളാണെന്ന് ഇന്ന് നമുക്കറിയാം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ വിമാനമാർഗം ഇവിടേക്ക് എത്തിച്ചിരുന്നു. എന്തിനായിരുന്നു ഇത്രയും സുരക്ഷാ ക്രമീകരണങ്ങൾ? എന്തിനായിരുന്നു ആ കെട്ടിടത്തിന് താഴെയുള്ള രഹസ്യ അറകൾ? വർഷങ്ങളോളം പൂഴ്ത്തിവെച്ചിരുന്ന കോടതി രേഖകൾ കോടതി ഉത്തരവിലൂടെ പുറത്തുവന്നപ്പോൾ ലോകം ഞെട്ടി. 900-ലധികം പേജുകൾ. ഇതിൽ വെറും പേരുകൾ മാത്രമല്ല ഉള്ളത്, സാക്ഷികളുടെ മൊഴികളുണ്ട്. എപ്സ്റ്റീന്റെ വിമാനത്തിൽ എത്ര തവണ പ്രമുഖർ യാത്ര ചെയ്തു എന്നതിന്റെ കൃത്യമായ രേഖകളുണ്ട്. പേര് 1: ബിൽ ക്ലിന്റൺ, മുൻ അമേരിക്കൻ പ്രസിഡന്റ്. പേര് 2: പ്രിൻസ് ആൻഡ്രൂ, ബ്രിട്ടീഷ് രാജകുടുംബാംഗം. പേര് 3: സ്റ്റീഫൻ ഹോക്കിംഗ്, ശാസ്ത്രജ്ഞൻ. ഇദ്ദേഹത്തിന്റെ പേര് വന്നത് ലോകത്തെ ഏറെ അത്ഭുതപ്പെടുത്തി. ഭാഗം 5: നിഗൂഢമായ മരണം. 2019 ഓഗസ്റ്റ് 10. ലോകം മുഴുവൻ സാക്ഷ്യം പറയാൻ ഇരുന്ന മനുഷ്യൻ തന്റെ സെല്ലിൽ മരിച്ച നിലയിൽ കാണപ്പെടുന്നു. ക്യാമറകൾ പ്രവർത്തിച്ചിരുന്നില്ല, കാവൽക്കാർ ഉറക്കത്തിലായിരുന്നു. അതൊരു ആത്മഹത്യയായിരുന്നോ അതോ കൊലപാതകം? ലഡ്രൈ എന്ന വാചകം ഒരു ഇന്റർനെറ്റ് ട്രെൻഡ് മാത്രമല്ല, അതൊരു വലിയ ചോദ്യചിഹ്നമാണ്. ഭാഗം 6: റെസല്യൂഷൻ. നമ്മൾ എന്ത് പഠിക്കണം? ഈ ഫയലുകൾ പുറത്തുവന്നതുകൊണ്ട് മാത്രം നീതി നടപ്പിലായോ? ഇല്ല. ഇപ്പോഴും പല വമ്പന്മാരും സ്വതന്ത്രരായി നടക്കുന്നു. അധികാരം ഉപയോഗിച്ച് സത്യത്തെ എത്ര കാലം മൂടിവെക്കാം എന്നതിന്റെ ഉദാഹരണമാണ് എപ്സ്റ്റീൻ കേസ്. പക്ഷേ ഓർക്കുക, എത്ര വലിയ ഇരുട്ടിലും ഒരു ചെറിയ വെളിച്ചം മതി സത്യം പുറത്തുവരാൻ. ഭാഗം 7: ഔട്ട്രോ. നിങ്ങൾ എന്ത് കരുതുന്നു? ജെഫ്രി എപ്സ്റ്റീന്റെ മരണം ഒരു ആസൂത്രിത കൊലപാതകമാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലെയുള്ള ഇൻവെസ്റ്റിഗേറ്റീവ് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.